ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ബാങ്കോക്കിലെ ഏൻഷ്യൻ സിറ്റിയുടെ കുറച്ച് കാഴ്ചകളാണ്. JC Kim Inn ഹോട്ടലിലെ രണ്ടാം ദിവസമാണ് ഞങ്ങൾ ഏൻഷ്യൻ സിറ്റി കാണാനായിട്ട് പോകുന്നത്. കാലത്ത് 8 മണിക്ക് തന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്നും ഏൻഷ്യൻ സിറ്റി കാണാൻ പുറപ്പെട്ടു. ട്രാഫിക് ഇല്ലെങ്കിൽ ഏകദേശം ഒരു 40 മിനിറ്റ് ദൂരമാണ് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നും ഏൻഷ്യൻ സിറ്റിയിലേക്കുള്ളത്. പുറത്ത് നല്ല മഴക്കാറുണ്ട്. ഗ്രാബ് ആപ്പിലാണ് ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്ത് 10 മിനിറ്റിനുള്ളിൽ തന്നെ വണ്ടി വന്നു. MGയുടെ ഒരു ഹൈ എൻഡ് മോഡൽ സ്റ്റേഷൻ വാഗൺ വണ്ടിയാണ് വന്നത്. ഞങ്ങൾ 4 പേർക്കും കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അകത്ത് അവർ പാസഞ്ചേഴ്സിന് വേണ്ടി വെള്ളവും അതുപോലെ തന്നെ ക്യാൻഡീസൊക്കെ വെച്ചിട്ടുണ്ട്. വേർഡ് ടു ഫ്രീക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വേർഡ് ടു ഫ്രീക്ക്. എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വേർഡ് ടു ഫ്രീക്കിലേക്ക് സ്വാഗതം. അരമണിക്കൂർ ഡ്രൈവിങ്ങിന് ശേഷം ഞങ്ങൾ ഏൻഷ്യൻ സിറ്റിയിലെത്തി. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ്. ഒരു ചെറിയ ലേക്ക് ഉണ്ട്, അതിൻ്റെ മുകളിലൂടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ മിഡിലായിട്ടാണ് എൻട്രൻസ് ഗേറ്റ് ഉള്ളത്. അത് കടന്ന് ഞങ്ങൾ നേരെ ഏൻഷ്യൻ സിറ്റിയുടെ ഒരു കോമ്പൗണ്ടിലെത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള ബിൽഡിങ്ങുകളും നിർമ്മിതികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പിംഗ് തന്നെയാണ് ഇവിടെ അവർ ചെയ്തിട്ടുള്ളത്. ഇടതുവശത്ത് കാണുന്നത് ഒരു വലിയൊരു പാർക്കിംഗ് ഏരിയ ആണ്. അവിടെ ഒരുപാട് വണ്ടികൾക്കൊക്കെ പാർക്ക് ചെയ്യാവുന്ന കപ്പാസിറ്റി ഉള്ളൊരു ഏരിയ ആണത്. അവിടെ കടന്ന് ഞങ്ങൾ നേരെ എത്തുന്നത് റിസപ്ഷൻ ഏരിയ ബിൽഡിങ്ങിലേക്കാണ്. ഏൻഷ്യൻ സിറ്റി ആഴ്ചയിൽ 7 ദിവസവും കാലത്ത് 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ഓപ്പൺ ആണ്. അതായത് ലീവില്ല. അകത്തേക്ക് കയറിയാൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം. അവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ നേരെ പോകേണ്ടത് ഏറ്റവും ലാസ്റ്റിലുള്ള 2 കൗണ്ടറിലോട്ടാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങളുടെ ബുക്കിംഗ് കൺഫർമേഷൻസൊക്കെ അവിടെ കൊടുത്തു. അത് കൊടുത്തത് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് എല്ലാം കളക്ട് ചെയ്ത അവസാനം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ടിക്കറ്റിനോടൊപ്പം തന്നെ ഞങ്ങളൊരു ക്ലബ് കാർ കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 350 തായ് ബാത്താണ് അതിൻ്റെ 1 മണിക്കൂർ റെൻറ്റ്. പിന്നീടുള്ള ഓരോ മണിക്കൂറിനും 200 ബാത്ത് വീതം എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. പക്ഷേ ഞങ്ങൾക്ക് 4 പേർക്കും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങൾ ക്ലബ് കാർ എടുത്തതാണ്. ഇനി ക്ലബ് കാർ എടുക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തെ ലൈസൻസ് വേണം. അത് താൽക്കാലികമായിട്ട് അവിടെ വാങ്ങി വെച്ചിട്ടാണ് നമുക്ക് ഈ ക്ലബ് കാർ അവർ വിട്ടുതരുന്നത്. ഞങ്ങൾ 4 സീറ്റർ വണ്ടിയാണ് എടുത്തത്. ഒരുപാട് ദൂരം നമുക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് ക്ലബ് കാർ അല്ലെങ്കിൽ ബാറ്ററി സൈക്കിൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നടന്നിട്ട് കംപ്ലീറ്റ് കാഴ്ചകൾ കണ്ട് തീരുക എന്നുള്ളത് പ്രയാസമായിരിക്കും. അങ്ങനെ ഞങ്ങൾ സ്ലോലി സെൽഫ് ഡ്രൈവൊക്കെ ചെയ്ത് ക്ലബ് കാറിൽ ഏൻഷ്യൻ സിറ്റിയിലെ കാഴ്ചകളൊക്കെ കാണാൻ ആരംഭിക്കുകയാണ്. വലിയ വലിയ ട്രൂപ്പുകളൊക്കെ വരുമ്പോൾ അവരെ കൊണ്ടുപോകാനായിട്ടാണ് ഈ വലതുവശത്ത് കാണുന്ന ഈ ബസ്സുകളൊക്കെ ഉള്ളത്. മനോഹരമായ ലാൻഡ്സ്കേപ്പിങ്ങും തായ്ലൻഡുകാരുടെ ചരിത്ര നിർമ്മിതികളുമാണ് ഇവിടെ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ബാറ്ററി സൈക്കിളിൽ പോകുന്ന ഒരു ഫോറിനറാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്.
ചൈനീസ് മോഡൽ ഓടിട്ട കുറേ ബിൽഡിങ്ങുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിഞ്ഞു. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റോറൻറ്റുകൾ അവിടെ സൈഡിൽ കാണാൻ സാധിച്ചു. പക്ഷേ ഞങ്ങളവിടെ ഇറങ്ങിയിട്ടില്ല. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ബിൽഡിങ്ങിലേക്കാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പോകേണ്ടത്. അതിനടുത്തുള്ള മനോഹരമായ ഒരു ലേക്കിൻ്റെ തീരത്ത് ഞങ്ങൾ ഈ ക്ലബ് കാർ പാർക്ക് ചെയ്തു. ഈ കാണുന്ന ബിൽഡിങ്ങിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഗ്രാൻഡ് പാലസ് മാതൃകയിലാണ് ഈ ഒരു ബിൽഡിംഗ് പണിതിട്ടുള്ളത്. ലേക്കിൻ്റെ മുകളിലൂടെയുള്ള പാലത്തിലൂടെ ഞങ്ങൾ അവിടേക്ക് നടക്കുകയാണ്. മനോഹരമായ ഒരു ഗേറ്റ് കടന്നു വേണം നമുക്ക് ആ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലോട്ട് കയറാൻ. ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയ ഞങ്ങളുടെ മുന്നിലോട്ട് 2 തായ് സുന്ദരികൾ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സിൽ നടന്നു വരുന്നത് കണ്ടു. അതുപോലെ തന്നെ ഇവിടെ മാർബിളിൽ കൊത്തിയുണ്ടാക്കിയിട്ടുള്ള തായ്ലൻഡ് പുരാണങ്ങളിലെ കുറേ കഥാപാത്രങ്ങളുടെ പ്രതിമകൾ നമുക്ക് കാണാൻ സാധിച്ചു. അവയുടെ താഴെ അവരുടെ പേരുകളും ഒക്കെ കുത്തിവെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു ഭാഗത്തൊരു നല്ലൊരു ആൽമരമുണ്ട്. ആളുകൾക്ക് ഈ ഒരു ചൂട് സമയത്ത് തണൽ നൽകാനായിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ചുറ്റും ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിനായിട്ട് മനോഹരമായൊരു തറയും പണിതിട്ടുണ്ട്. നല്ല തണലുണ്ട് ഇവിടെ. ഈ കാണുന്നതാണ് മെയിൻ ബുദ്ധ ടെമ്പിൾ. അതിൻ്റെ മുന്നിലും കുറേ കഥാപാത്രങ്ങളുടെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ചരിത്രം അവിടെ ഒരു ടേബിൾ ബോർഡിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തായ് ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ നമുക്ക് വാടകയ്ക്ക് കിട്ടും. കുറേ ആളുകൾ അതെല്ലാം അണിഞ്ഞ് ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നടത്തുന്നുണ്ട്. ആദ്യം ഞങ്ങൾ ഈ ചെറിയ അമ്പലത്തിലേക്ക് ആണ് കയറാൻ ഉദ്ദേശിക്കുന്നത്. പാദരക്ഷകൾ പുറത്തു വെക്കണമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ തായ് ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതൊന്നും മനസ്സിലായില്ല. ഇംഗ്ലീഷ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവിടെ നിന്ന് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി അടുത്ത ബിൽഡിങ്ങിലേക്ക് പോകാൻ തുടങ്ങി. പുറത്ത് അപ്പോഴും ഫോട്ടോഷൂട്ട് തകൃതിയായി നടക്കുന്നുണ്ട്. ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കെല്ലാം ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അവയുടെ കൺസ്ട്രക്ഷൻ രീതികൾ തന്നെ വ്യത്യസ്തമാണ്. ഈ വർക്കുകളൊക്കെ ചെറിയ ഗോൾഡൻ ഗ്ലാസ് പീസുകൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഹിന്ദു പുരാണങ്ങളുടെ വളരെയധികം സാമ്യമുള്ളതാണ് തായ്ലൻഡുകാരുടെ പുരാണവും. ഇവിടെ ഐരാവതത്തിൻ്റെ പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാളിയൻ്റെ പ്രതിമയും നമുക്ക് കാണാം. പക്ഷേ അതിൽ ബുദ്ധനാണ് ഇരിക്കുന്നത് ആ പാമ്പിൻ്റെ മുകളിലായിട്ട്. ഇവിടെ വലിയ ഒരു സ്വർണ്ണത്തൂണിൻ്റെ മുകളിൽ 4 വശങ്ങളിലായിട്ട് 4 ആനകളുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ അശോക സ്തംഭത്തിൻ്റെ മോഡലായിട്ട് 4 സിംഹങ്ങൾക്ക് പകരം 4 ആനകളുള്ള പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ ഒരു സ്വർണ്ണ നിറമാണ്. അത് മൊത്തത്തിലൊരു ഗോൾഡൻ മയാണ് എല്ലാ സ്ഥലത്തും.
അതുപോലെ തന്നെ ഇവിടെ മനോഹരമായിട്ടൊരു ബുദ്ധപ്രതിമ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കയ്യിൽ നിന്ന് രണ്ട് വശത്തേക്ക് നല്ല കട്ടിയുള്ള നൂലുകൾ കെട്ടിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. വേറെ പല സ്ഥലത്ത് നമ്മൾ ഇതുപോലത്തെ നൂലുകളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിച്ചു. ബുദ്ധപ്രതിമയുടെ താഴെ അതിമനോഹരമായ രീതിയിലുള്ള വർക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു വോളിലൊക്കെ ചെറിയ ഗ്ലാസ് ടൈൽ കൊണ്ടാണ് ഈ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിളക്കമാണ്. ഈ ബിൽഡിങ്ങിന് മൊത്തത്തിൽ നിന്ന് തിളങ്ങുകയാണ്. ഇവിടെ ചെറിയൊരു തുരങ്കം പോലെയുള്ളൊരു എൻട്രൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ളിലൂടെ ഞങ്ങൾ അകത്തോട്ട് കയറി. ചെരുപ്പൊക്കെ ഊരി വെക്കാനാണ് ഈ ഒരു ഭാഗമുള്ളത്. എന്നിട്ട് വേണം നമുക്ക് മെയിൻ ഹോളിലോട്ട് കയറാൻ. ഇവിടെ ഉയരം വളരെ കുറവാണ്. അപ്പോൾ നീളമുള്ള ആളുകളൊക്കെ കുനിഞ്ഞുകൊണ്ട് നടക്കണം. അതുപോലെ തന്നെ ന്യൂഡ് അല്ലെങ്കിൽ സെമി ന്യൂഡ് ഡ്രസ്സ് ഉള്ളവർക്ക് ഒന്നും മെയിൻ ഹോളിലോട്ട് പ്രവേശനമില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കവർ ചെയ്യാനുള്ള ഒരു തുണിയും ഇവിടെ നിന്ന് ലഭിക്കും. മുകളിലാണ് മെയിൻ ഹോള്. നമ്മൾ അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടേക്ക് പോകുന്ന വഴിയിലെല്ലാം നല്ല വർക്കുള്ള ചുമരുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് മെയിൻ ഹാള്. മുഴുവൻ ഒരു ഗോൾഡൻ മയമാണ് ഇവിടെ. ബുദ്ധയുടെ ഒരുപാട് വിഗ്രഹങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ട്. അതിൻ്റെ പേരും അവയുടെ പ്രത്യേകതയും താഴെ എഴുതി വെച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അതെല്ലാം തായ് ഭാഷയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. കൂടാതെ കുറേ കിരീടങ്ങൾ, സ്വർണ്ണത്തളികളൊക്കെ നമുക്കിവിടെ കാണാം. കുറച്ച് തായ്ലൻഡുകാർ ഒരു പ്രതിമയുടെ അടുക്കൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടു. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നല്ലാതെ നമുക്ക് കാര്യമായിട്ട് ഇത് എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ ഇംഗ്ലീഷിൽ എഴുതിയതായിട്ട് കണ്ടുള്ളൂ.
ഇവിടെ ഒരു ചെറിയ സ്റ്റേജ് ഉള്ളതിൽ കുറേ ആളുകൾ ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തോ പൂജ സംബന്ധമായ പ്രാർത്ഥന ആണെന്ന് മനസ്സിലായി. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോഴും നേരത്തെ കണ്ട ആ ഒരു ഫോട്ടോഷൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ബിൽഡിങ്ങിലേക്കാണ് ഞങ്ങൾ ഇനി പോകുന്നത്. ഇവിടെ കുറേ തളികയിൽ പൂജാ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് കണ്ടു. ആളുകൾക്ക് പൈസ കൊടുത്തത് വാങ്ങാൻ പറ്റും. ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ളത് സ്ലീപ്പിംഗ് ബുദ്ധയുടെ വലിയൊരു ലോങ് സ്റ്റാച്യു ആണ്. അതിൻ്റെ താഴത്തായിട്ട് കുറേ ചെറിയ പ്രതിമകളുമുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് വേറെ ഒരു ഹോളുണ്ട്. അവിടെ 2 ഐരാവതങ്ങൾക്കിടയിൽ നടുവിലായിട്ട് വേറൊരു ബുദ്ധപ്രതിമയും നമുക്ക് കാണാൻ സാധിക്കും. വേർഡ് ടു ഫ്രീക്കിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏൻഷ്യന്റ് സിറ്റിയുടെ ബാക്കി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനും അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. അതോടൊപ്പം വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങൾക്കൊരു സപ്പോർട്ട് കൂടി തരണം. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.